ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആരിലെ തന്നെ ഒരു ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചില്ലേ നമ്മൾ നേരത്തെ നോക്കി അതുപോലെ തന്നെ ഒരു സ്റ്റിച്ചാണ്. നമ്മൾ ആദ്യം ചെയ്തത് ഡബിൾ സൈഡ് ലോക്ക് ചെയ്തിട്ടായിരുന്നു. ഇത് നമ്മൾ സിംഗിൾ ലോക്ക് ചെയ്തിട്ട് വരുന്ന സ്റ്റിച്ചസാണ്. അപ്പോൾ അതിന് സിംഗിൾ ലോക്ക് സ്റ്റിച്ചസാണ് നമ്മളിന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നീഡിൽ എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 14 ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം. ഫ്രെയിം നല്ല ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ നൂല് താഴെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കൂടുതൽ വീഡിയോ ശ്രദ്ധിക്കുക, പറയണതിനേക്കാളും നന്നായിട്ട് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്താ ഞാനിപ്പം നീഡിൽ കുത്തിയിട്ട് ത്രെഡ് പുറത്തെടുത്തിട്ടുണ്ട്. 2 ലൂപ്പും ഉണ്ടോയെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. താഴെയുള്ള നമ്മൾ കറക്റ്റായിട്ട് വരുന്ന ആ താഴെയിൽ ഞാൻ വരച്ചേക്കുന്ന ലൈനിൽ തന്നെ ഞാൻ രണ്ടാമത് നീഡിൽ ഇറക്കുന്നുണ്ട്. ചുറ്റി ഇതാ ഇനി നമ്മൾക്ക് ത്രെഡ് ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. ത്രെഡ് പുറത്തെടുക്കുക. ത്രെഡ് പുറത്തെടുക്കുമ്പോൾ അതായത് ത്രെഡ് എവിടെയെങ്കിലും ഉടക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചത് വിടുക. എന്നിട്ട് ഒന്നും കൂടെ എടുക്കുക. ഇപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ എടുത്തു, ലൂപ്പ് പുറത്തെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊരു കുട്ടി സ്റ്റിച്ച് കൂടെ കൊടുക്കുക. എന്നിട്ട് നീഡിൽ പിന്നെ ത്രെഡ് പിന്നെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലൂപ്പ് ഉണ്ടോയെന്ന് എപ്പോഴും ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ മേളിലേക്കുള്ള ലൈൻ ഉണ്ടല്ലോ, അതിൽ ഡയറക്റ്റായിട്ട് അവിടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് ഡബിൾ സൈഡ് ചെയ്തപ്പോൾ ഇത്തിരി ആ ലൈനിൻ്റെ താഴെ ഇറക്കി കുത്തിയിട്ട് മേളിലേക്ക് കുത്തുകയാണ് ചെയ്തത്. ഇതങ്ങനെയല്ല, ഇതവിടെ തന്നെ കറക്റ്റ് ആ പോയിൻ്റ് ലൈനിൽ തന്നെ കുത്തിയിട്ട് താഴേക്ക് വലിക്കുക. പുള്ള് ചെയ്യുമ്പോൾ താഴേക്ക് വലിക്കുമ്പോഴത്തേനും ആ സ്റ്റിച്ചൊരു ലോക്കായിട്ട് വരും. എന്നിട്ട് താഴെ ഒരു കുട്ടി സ്റ്റിച്ച് കൊടുക്കുക. ശ്രദ്ധിച്ചോളൂ. മേളിലൊരു കുട്ടി സ്റ്റിച്ച് എടുത്തു, ലൂപ്പ് പുറത്തെടുത്തു. അതങ്ങനെ താഴേക്ക് വരുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് വലിക്കുന്ന ലൂപ്പാണ് നമ്മൾ താഴേക്ക് വരുന്നത്. നമ്മളിവിടെ താഴെ നിന്ന് മേളിലേക്ക് കൊണ്ടുപോയത് ലോക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. വീഡിയോ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ കേട്ടോ. കാണുമ്പോൾ ഇത്തിരി പാടായിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കണ്ടോ, നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത ത്രെഡ് താഴേക്ക് വലിക്കുമ്പോഴേക്കും അത് ലോക്കായിട്ട് വന്ന് വീഴും. എന്നിട്ട് താഴെ ഒരു ചെറിയ കുട്ടി സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെയാണ് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ താഴെ മാത്രം ലോക്കായിട്ട് വരും, മേളിൽ സ്റ്റിച്ചസ് മാത്രമായിട്ട് താഴെ ഒരു കുട്ടി സ്റ്റിച്ചുമായിട്ട് ലോക്കായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് എൻഡ് ചെയ്യുന്നതും എൻഡ് നോട്ട് ഇടുന്നതൊക്കെ പഴയ പോലെ തന്നെ ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് ഡബിൾ സൈഡ് ലോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ എൻഡ് നോട്ടെല്ലാം വരുന്നത്. അപ്പോൾ അത് കണ്ടവർക്കാണെങ്കിൽ അതറിയാൻ പറ്റും, ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഫുള്ള് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, ചെയ്ത് നോക്കുക. ചെയ്താൽ തന്നെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ചെയ്യാനായിട്ട് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. എളുപ്പമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതൊന്ന് വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് വരുന്നത്. താഴെ മാത്രം എൻഡ് നോട്ടായിട്ട് മേളിൽ സ്റ്റിച്ചസ് ആയിട്ട് വരും. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ചെയ്ത ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചിൻ്റെ വീഡിയോയിൽ 2 സൈഡും നമുക്ക് നോട്ടുകൾ ഉണ്ടാവും. ഇതിൽ താഴെ മാത്രമാണ് നോട്ട് വരുന്നത്. കണ്ടോ, 2ൻ്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതൊരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. Thank you.